പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം ബെത്സൈദായിലെ രോഗശാന്തിയാണ് സന്ദേശമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. 38 വർഷമായി തളർവാദം പിടികെട്ട് കിടക്കുന്ന ഒരു രോഗി അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്ക എടുത്ത് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവനവിടെ കിടക്കുന്നത് ബെത്സൈദ കുളത്തിനരികിൽ, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ബെത്സൈദ എന്ന് വിളിക്കുന്ന കുളം. അവിടെ കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. അവർ അവിടെ കിടക്കുന്നത് യേശു കാണുന്നതും ഇവന് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നതുമെല്ലാമാണ് രംഗം നമുക്കറിയാം. പക്ഷേ അയാളുടെ മറുപടി, അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്നുള്ളതാണ്. ബെത്സൈദ കുളത്തിൻ്റെ കടവിൽ തിര ഇളകുന്നത്, വെള്ളം ഇളകുന്നത് കാത്തു കിടക്കുന്ന, 38 വർഷമായി കാത്തു കിടക്കുന്ന ഒരു രോഗിയെ ഈ നോമ്പുകാലത്തിൻ്റെ സന്ദേശമായി ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ വർഷവും ഇതുപോലുള്ള ഈ വെള്ളമിളകൽ കാത്തു കിടക്കുന്ന ഒരു സമയത്തെ, ഒരു സീസണെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമ്പുകാലം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മയുണ്ടാകാൻ, കൂടുതൽ വിശുദ്ധിയുണ്ടാകാൻ, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നന്മപ്രവർത്തികളുടെ വഴിയിലേക്ക് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കൃപയുടെ തിരയിളക്കങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ കാലഘട്ടമാണ്. എന്നെ സംബന്ധിച്ച് 55 വർഷമായി ഞാനിങ്ങനെ ബെത്സൈദ കുളത്തിൻ്റെ കടവിൽ തിര ഇളകുന്നത് നോക്കി നിൽക്കുന്നു. 55 നോമ്പുകാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നിട്ടിട്ടുണ്ട്. അവിടെ ഏതെല്ലാം അവസരങ്ങളിൽ എനിക്ക് എൻ്റെ കൂടെയുള്ള മറ്റൊരാളേക്കാൾ കൂടുതലായിട്ട് ഈ തിരയിളകം, ഈ കൃപ സ്വീകരിക്കാൻ, ഈ വിശുദ്ധിയുടെ വഴിയിലേക്ക് നടക്കാൻ, ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ, കൂടുതൽ നന്മയുള്ളവനായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിൻ്റെ സന്ദേശമായി നമുക്ക് എടുക്കാനാവുക. അതുകൊണ്ട് തന്നെ ബെത്സൈദായുടെ കുളക്കടവിൽ കിടക്കുന്ന രോഗിയെപ്പോലെ ഓരോ വർഷവും ഈ 50 നോമ്പിൻ്റെ അല്ലെങ്കിൽ മറ്റു നോമ്പുകളുടെയൊക്കെ മുൻപിൽ നമ്മളെത്തുമ്പോൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ 50-ാം പക്കം നമ്മൾ എന്ത് നേടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും മുൻപേ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രക്ഷകനെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു നമ്മുടെ കൈപിടിച്ച് കൂടുതൽ കൃപ നൽകി കിടക്കയുമെടുത്ത് ധൈര്യപൂർവ്വം നടന്നു പോവുക എന്ന് പറയുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ? എന്തു തന്നെ ആയിക്കോട്ടെ, അവിടെയെല്ലാം ഈശോയുടെ വിശുദ്ധമായ സാമീപ്യവും സാന്നിധ്യവുമായി ബെത്സൈദായുടെ കുളക്കടവിൽ, കുളക്കരയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കൃപയുടെ നീർച്ചാലുകൾ അനുഭവിക്കുന്ന നല്ല ദിനങ്ങളായി ഈ നോമ്പുകാലത്തെ മാറ്റാൻ നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു.